അല്ല, ഹലോ. ഓ, സൂദൻ സാറ്? ഏത് സൂദൻ സാറ്? അല്ല, റേഷൻ ഇൻസ്പെക്ടർ സൂദൻ സാറില്ലേ? സുഗതൻ സാറൊക്കെ സസ്പെൻഷനിലായി കഴിഞ്ഞ ആഴ്ചത്തെ വിജിലൻസ് റെയ്ഡിൽ. പത്രമൊന്നും വായിച്ചില്ലേ? ഓനെ വിളിച്ചില്ലല്ലോ. അതൊക്കെ ജയിലിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? ജയിലിലോ? ഇപ്പൊ എന്താ വന്ന കാര്യം പറ. അല്ല, ഞങ്ങൾ ഈ റേഷൻ കാർഡിന്റെ ആവശ്യത്തിനായിട്ട് വന്നാണ്. ഇപ്പോൾ എല്ലാം നേരിട്ട് സപ്ലൈ ഓഫീസറാണ് നോക്കണത്. മൻമോഹൻ സാർ വന്നിട്ടുണ്ട്, അകത്തോട്ട് പോയാൽ മതി. പിന്നെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇതല്ല വരുന്നെങ്കിൽ ഇതുവഴി വന്നാൽ മതി. അവിടെ എന്താ, ഞങ്ങൾ ആ വഴി വരുന്നില്ല. ഏതൊഴി വന്നാലും ഞാൻ അവിടെ കാണും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓനിക്കിപ്പോ എന്താ സംഭവിച്ചു? ഓനൊന്നും വിളിച്ചില്ല. കുടുങ്ങിയോ? ഇക്ക ജയിലാവോ? ജയിലിൽ പറഞ്ഞ അതിക്ക് വേറെ വിഷമം ഉണ്ടായിട്ടല്ല. എൻ്റെ കാര്യം നടക്കൂല ഓനില്ലെങ്കിലേ. അത് പടങ്ങറ്. നോക്കാം നമുക്ക്. വാ. അതെ, കള്ളത്തരം കാണിക്കുന്നതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല, പറഞ്ഞല്ലോ. നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്രിമിനൽ പ്രൊസീജിയറൊക്കെ അവർ ഫോളോ അപ്പ് ചെയ്തോളും. അതുമാതിരി ചെയ്താൽ മതിയെന്നേ. ശരി. ഒരു റേഷൻ കാർഡിൻ്റെ പേരിൽ എന്തൊക്കെ അഴിമതികളാണ് ഈ ആൾക്കാർ കാണിക്കുന്നത്? ഇരിക്കൂ. സാറേ, എൻ്റെ പേര് കോയ എന്നാണ്. ഞാൻ ഒരു എക്സ് മിലിറ്ററി ആണ്. ഇത് ലോലിതൻ. ഞങ്ങളൊരു റേഷൻ കാർഡിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നാണ്. ഇതിൽ ആരാ ഒപ്പിട്ടിരിക്കുന്നത്? ഒപ്പിട്ടിരിക്കുന്നത് ലോലിതൻ ഇദ്ദേഹമാണ്. കാർഡ് ആർക്കാ? മൂപ്പർക്ക് തന്നെ. അയാളെന്താ സംസാരിക്കില്ലേ? സംസാരിക്കും. അപ്പോൾ നിങ്ങളാരാ? ഞാൻ എന്നെ ഒരു സഹായിക്കാൻ വേണ്ടി വന്നതാണോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ സത്യസന്ധമാണല്ലോ? ആണല്ലോ. ആണ്. സത്യസന്ധമാണ്. ആണ്. തനിക്ക് ഉറപ്പില്ലേ? എനിക്ക് ഉണ്ടല്ലോ. അതൊന്ന് ഉറപ്പിച്ച് പറയേ. അല്ല, അതെ ആണ് സത്യം. അതില് സത്യസന്ധമാണല്ലോ. സത്യസന്ധമാണെങ്കിൽ ഈ അപേക്ഷ പ്രകാരം സിവിൽ സപ്ലൈസിന്റെ സ്ക്വാഡുണ്ട്. സ്ക്വാഡ് അവിടെ വന്ന് ഇത് അന്വേഷിക്കും വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന്. ഇന്നലെ തന്നെ ഇവിടുന്ന് നമ്മുടെ സ്ക്വാഡ് അന്വേഷിക്കാൻ പോയപ്പോൾ 2 പേര് വ്യാജരേഖ തന്നിരുന്നു. അവർ ജയിലിൽ പോകും. ഇത് സത്യസന്ധ അല്ലെങ്കിൽ ജയിലിൽ പോണം. ശരിയാണ്. പോണം. അപ്പോ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോകേണ്ടി വരുമെന്നോ? അപ്പൊ വിവരങ്ങളൊന്നും അറിയില്ല. 1955 അവശ്യ സാധന ആക്ട് വകുപ്പ് 7 പ്രകാരമാണ് കേസ്. പിന്നെ IPC കേസ് അത് വേറെയും വരും. ഈ ഭക്ഷ്യസുരക്ഷാ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ മുൻഗണനാ പട്ടികയിൽ വരണം എന്ന് കരുതി എന്ത് കള്ളത്തരവും കാണിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഇങ്ങനെയുള്ളവർക്ക് ജയിൽ ശിക്ഷ മാത്രം പോരാ, തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല. ഇതിലെ വിവരങ്ങളൊക്കെ കള്ളത്തിന് കൂട്ടു നിന്നാലും ശിക്ഷ ഉണ്ടോ? കൂട്ട് നിൽക്കുന്നവനെ വേണം ആദ്യം തൂക്കിക്കൊല്ലാനുള്ളത്. അല്ല, ഇത് ഫോം കൊടുത്ത് പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അറിഞ്ഞുകൂടാത്തുണ്ട്, എഴുതാൻ അറിഞ്ഞുകൂടാത്തുണ്ട്. പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അയാളാണ് എല്ലാം എഴുതിയ. അപ്പോൾ അയാൾക്ക് എങ്ങനെ വരും അതിൻ്റെ ഇത്? കള്ളത്തരം ചെയ്താലാണ് പ്രശ്നമല്ലോ. നമ്മള് അല്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അല്ല, ഇതിലിപ്പോ നമ്മൾ എഴുതിയെല്ലാം ഇതാണ് ശരിയായിട്ട് അല്ലേ? സിവിൽ സപ്ലൈസിന്റെ സ്ക്വാഡ് വന്ന് അന്വേഷിക്കുമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇതിന് സത്യസന്ധമായ വിവരങ്ങളാണല്ലോ. കുഴപ്പമില്ല എങ്കിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി. അല്ല അത് അതിൻ്റെ അകത്ത് ഒരു സർട്ടിഫിക്കറ്റ് വച്ചിട്ടില്ല. മറ്റേ സറണ്ടർ സർട്ടിഫിക്കറ്റ് വച്ചിട്ടില്ല. അതുണ്ട്. അല്ല, ഇതല്ല, മറ്റേ വേറൊരു ഇതുണ്ട്. അതിന്റെ പേര് എന്താ ഈ ശരിക്കിരിക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ പോയി അവരുമായിട്ട് റേഷൻ കടയിൽ വെച്ച് മറന്നു എല്ലാ രേഖകളുമായിട്ട് വരിക. അതാണ് എനിക്കും എളുപ്പം, നിങ്ങൾക്കും എളുപ്പം, നിങ്ങൾക്ക് നല്ലത്. പുറത്തിപ്പോ വരുമല്ലോ അല്ലേ? ഞാൻ വരാം. വരുമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലോട്ട് വരും. ഇല്ല, വേണ്ട, നമുക്ക് ഇവിടുന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി. ആ പാവത്തിന് ജയിലിൽ കയറണം. അല്ല, ഇത് എന്താ വെച്ചാലേ ഓനക്ക് സംശയം എന്തെങ്കിലും തെറ്റിയുണ്ടോ പേടിയുള്ള കൂട്ടത്തിലാണ്. തെറ്റിക്കഴിഞ്ഞാൽ അത് കേസായി കഴിഞ്ഞാൽ നിങ്ങളും കുടുങ്ങൂലേ? എന്തിന് കൂടെ നിങ്ങളല്ലേ പൂരിപ്പിച്ചു കൊടുത്തേ? അയാൾ മൊഴി കൊടുത്താൽ മതി, നിങ്ങളെ സഹായിച്ചു. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പോട്ടെ. ഓന് പേടിയുള്ള. അപ്പൊ എന്നാ ഞങ്ങൾ ശരി സാർ, അത് ഇത് നോക്കിയിട്ടേ. എന്താ പറഞ്ഞേ?
അല്ല ഞാൻ അവിടെ പുറത്ത് വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് പോവാ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പേപ്പർ നോക്കിയിട്ട് വരും. ആ നല്ലപോലെ പരിശോധിക്കും. അതെ.